ജയ് സച്ചിദാനന്ദ, ദിവസവും തുളസി കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ? ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. തുളസിയുടെ ഇല ദിവസവും ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന് വളരെയധികം മെഡിക്കൽ വാല്യൂസ് ഉണ്ട്. തുളസി ഇല ജലദോഷം, കുളിര്, പനി ഇവയ്ക്കെല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി അധികമാവുകയും ചെയ്യും. തുളസിയില പിഴിഞ്ഞെടുക്കുന്ന ചാറ് കൊണ്ട് ആയുർവേദത്തിൽ പലതരം മെഡിസിൻസും ഉണ്ടാക്കുന്നുണ്ട്, അറിയാമോ? അത് എങ്ങനെയാണ് ദിവസവും കഴിക്കേണ്ടത്? അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏതൊക്കെ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടോ അവരുടെ വിഗ്രഹങ്ങളുടെ മേൽ പല വനസ്പതികളും അർപ്പിക്കാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല, ഗണപതി ദേവന് പുല്ല്, ഗ്രാസ്, ഗ്രാസ്, ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് ഗ്രാസ് ഉണ്ട്. അതാണ് വിഗ്രഹത്തിൽ ചാർത്താറുള്ളത്. അതിനെ കറുകപ്പുല്ല് എന്ന് പറയും. പിന്നെ നമ്മുടെ ശിവന് വില്വത്തിൻ്റെ ഇലയാണ് വിഗ്രഹത്തിൽ ചാർത്തുന്നത്. മഹാദേവന് ഉമ്മത്ത്, ഹനുമാന് ഏരുക്കെന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഏരുക്ക് എല്ലായിടത്തും കാണാം. ഏരുക്കും പൂമാല കണ്ടിട്ടില്ലേ? അതിൻ്റെ പൂവില്ലേ വെള്ള നിറത്തിൽ, ഏരുക്കിൻ്റെ പൂവ്, അതാണ് വിഗ്രഹത്തിൽ ചാർത്താറ്. ഇവയ്ക്കെല്ലാം ആയുർവേദത്തിൽ വളരെയധികം വാല്യൂസ് ഉണ്ട്. ഇവയെല്ലാം ഭഗവാന് ചാർത്തുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതിൻ്റെ വിലമതിപ്പ് ഭാവിയിലുണ്ടാവുന്ന ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവയെല്ലാം മാലയാക്കി ഭഗവാന് ചാർത്തുന്നത്. 1000 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമോ ജനങ്ങളിത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇവയെല്ലാം ചെടികളും മരങ്ങളും വെട്ടി നിരപ്പാക്കുമ്പോൾ നമുക്ക് നഷ്ടമാവാനിടയുണ്ട്. മനസ്സിലായോ? തുളസിയില എങ്ങനെയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്? എന്താ ചോദിച്ചേ? തുളസിയില ദിവസവും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എവരിഡേ? അതിനെന്താ, അത് ചായയിലിട്ട് കുടിക്കാം, അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് കുടിക്കാം. അല്പം കരിപ്പെട്ടിയോ മറ്റോ ഇട്ട് അതിൻ്റെ കൂടെ. അതിൻ്റെ ലീവ്സും സോളോ ചെയ്യാൻ പാടുണ്ടോ? 2-3 ഇല നന്നായി ചവച്ചരച്ച് കഴിക്കാം. അല്ലെങ്കിൽ അത് ഒരു ചോദ്യം ചോദിക്കട്ടെ? നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നേരായ വഴികളിലൂടെ നടക്കണമെങ്കിൽ അതിന് സന്യാസ ജീവിതം ജീവിക്കേണ്ടതാണോ? സന്യാസ ജീവിതം നയിക്കേണ്ടതില്ല, നേരായ ജീവിതം നയിക്കണം. മോക്ഷം പ്രാപ്തമാക്കണമെങ്കിൽ നേരായ മാർഗത്തിലൂടെ പോകേണ്ടതാണ്. സന്യാസ ജീവിതം കൊണ്ട് മോക്ഷം പ്രാപ്തമാക്കാനാവില്ല, നേരായ മാർഗത്തിലൂടെ പോകണം. സന്യാസിയാവേണ്ട ആവശ്യമില്ല, പക്ഷേ പരിശുദ്ധവാനായിരിക്കേണ്ടതാണ്. കുറുക്ക് വഴിയിലൂടെ പോവരുത്, നേരായ മാർഗത്തിലൂടെ പോകണം. എങ്ങനെയായാലും, ഗൃഹസ്ഥാവസ്ഥയിലായാലും സന്യാസാവസ്ഥയിലായാലും, പക്ഷേ നേരായ ജീവിതം നയിക്കണം. ഈ പ്രിൻസിപ്പിൾ ആര് ഫോളോ ചെയ്താലും മോക്ഷത്തിലേക്ക് പോവാൻ സാധിക്കും. വേറെ എന്തൊക്കെ ചെയ്താലും മോക്ഷത്തിലേക്ക് പോകാനാവില്ല. ആത്മാവിലെ മനസ്സിലാക്കാതെ മോക്ഷത്തിലേക്ക് പോകുന്നത് അസാധ്യമായ കാര്യമാണ്. ജയ് സച്ചിദാനന്ദ മാതാശ്രീ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പച്ചക്കറികൾ മുതലായ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അവ പറിച്ചെടുക്കുന്നതിന് പരിഹാരം ചെയ്യണോ? അതായത് ഫ്ലവർ ഗാർഡനിങ് ഇവയൊക്കെ പരിഹാരം ചെയ്ത് തീരുമെന്നുണ്ടോ പറിക്കുന്നതിന് മുൻപ്? തീർച്ചയായും അതിൻ്റെ അകത്തുള്ള ശുദ്ധാത്മാവിനെ ദർശിക്കേണ്ടതാണ്. ശുദ്ധാത്മാവിനോട് പറയൂ, അല്പനേരം വെളിയിൽ വന്നിരിക്കൂ, എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറിക്കാവൂ, അതർവൈസ് നോ. വെറുതെ പറിച്ചു കളയരുത്.
അപ്പോൾ ഭഗവാന് ഇപ്പൊ ചാർത്താനായി പൂക്കൾ പറിക്കുന്നതിന് മുൻപ് നാം ഒരു ഇന്ദ്രിയത്തിന് വേണ്ടി പരിഹാരം ചെയ്യേണ്ടത് അതെ, അതെ, അത്യാവശ്യമാണല്ലേ? പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ ഭഗവാന് വേണ്ടിയാണ് പറിക്കുന്നത്, നീ സന്തോഷിക്കണം, എനിക്ക് വേണ്ടി അല്ല ഞാൻ പറിക്കുന്നത്. അപ്പോൾ ലോസ് കുറച്ചേ ഉണ്ടാവൂ. ഭഗവാന് വേണ്ടി പൂ പറിക്കുന്നത് കൊണ്ട് 95% പ്രോഫിറ്റ് ഉണ്ടാവുന്നു. പൂവിനെ ദുഃഖിപ്പിക്കുന്നത് കൊണ്ട് 5% ലോസേ ഉണ്ടാവൂ. ഗ്രൗണ്ടിൽ വീണതിന്റെയോ അതിന് പരിഹാരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗ്രൗണ്ടിൽ വീണതിൻ്റെ എന്താ പറഞ്ഞത്? ഗ്രൗണ്ടിൽ വീണത് അധികമില്ല, പൂക്കളും മറ്റും തിരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉം. വാസ്തവം പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ഒരിക്കലും തറയിൽ വീണ് കിടക്കുന്ന പൂക്കൾ തിരഞ്ഞെടുക്കരുത്. ഫ്രഷ് ആയിട്ടുള്ളവ വേണം. നാം ഭഗവാന് പൂക്കൾ സമർപ്പിക്കണമെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് നമ്മുടെ സങ്കല്പമാണ്. ഭഗവാനെ വർഷിപ്പ് ചെയ്യാനായി പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഓഫറിങ്ങിലൂടെ നാം നമ്മുടെ ഭാവം പ്രകടിപ്പിക്കുന്നു. ഫ്ലവർ, ഫ്രൂട്ട്സ്, പ്രസാദം, ആരതി, ചിന്തകൾ കൊണ്ട് സർവസ്വവും സമർപ്പിക്കാനാവും. ഇത് നമ്മുടെ ഭക്തിഭാവം പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. മസ്റ്റാണ് എന്നൊന്നുമില്ല. നിങ്ങൾക്കാണിപ്പോൾ ആവശ്യം, ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. അത്ര തന്നെ. നാം എന്ത് ചെയ്യുന്നു അതിന് റിട്ടേൺ കിട്ടും. സന്തോഷമുണ്ടാവുന്നു, എത്ര ആനന്ദമുണ്ടാവുന്നു. ഭക്തിപുരസരം ഭഗവാൻ എന്തെങ്കിലും ഓഫർ ചെയ്താൽ എന്തുമാത്രം ആനന്ദമാണ് ഉണ്ടാകുന്നത്. ചിന്തയിൽ ആർക്കെങ്കിലും താൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നൊരു തോന്നലുണ്ടായാൽ അതിന് പരിഹാരം ചെയ്യേണ്ടി വരുമോ അതോ ഇല്ലേ? ഒരുപക്ഷെ ഞാൻ കരുതുന്നു ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ശുദ്ധാത്മാവാണ് എന്ന്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും പാപം ചെയ്യില്ലെന്ന് അങ്ങനെ കരുതുകയാണെങ്കിൽ, ഐ മീൻ നോട്ട് മീ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ റോങ് ബിലീഫാണ്. പാപം ചെയ്യാതിരിക്കില്ല. നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ എത്ര ഇൻസെക്ട്സ് ചത്തുപോയിട്ടുണ്ടാവും, വായുവിൽ നിന്ന് എത്ര ഇൻസെക്ട്സ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടാവും. ഇവയൊക്കെ പാപത്തിൽപ്പെടുന്നതല്ലേ. സോ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ അറിവ് കൂടുന്നതോടൊപ്പം നാം പാപം ചെയ്യുന്നുണ്ട് എന്ന് താനെ മനസ്സിലാവുകയും ചെയ്യും. അജാഗ്രതയിൽ എന്തെങ്കിലും പാപം ചെയ്തതായി അറിയാൻ സാധിക്കില്ല. മനസ്സിലായോ? നാം ആരെങ്കിലും ദുഃഖിപ്പിച്ച ശേഷം നാം അവരെ ദുഃഖിപ്പിച്ചു എന്ന തോന്നൽ ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് ദുഃഖമുണ്ടാക്കിയത് പാപം തന്നെയല്ലേ? പറയൂ. നിങ്ങൾ അറിയാതെ ചെയ്തു പോയാലും നാം പറയാറില്ലേ അറിയാതെ പാപം ചെയ്തു പോയി എന്ന്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നാം അറിയാതെ ചിലപ്പോൾ നമ്മുടെ കൈ തീയിലോ മറ്റോ പെട്ടുപോയാൽ, അഗ്നിജ്വാലയിൽ പെട്ടുപോയാൽ നിങ്ങളുടെ കൈ പൊള്ളില്ലേ? അറിയാതെ ഒന്ന് തട്ടിപ്പോയാലും പൊള്ളലേൽക്കില്ലേ? അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഒരു വ്യത്യാസമേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ പാപത്തിന് നിങ്ങൾ അറിയായ്മയോടെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നും മാത്രം. കരുതിക്കൂട്ടി ചെയ്ത പാപത്തിന് അറിവോടെ തന്നെ ഫലം അനുഭവിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട്സ് 2 പേര് വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതേ വഴിയിലൂടെ 2 പാറ്റകളും പോയിക്കൊണ്ടിരിക്കുന്നു. 2 പേരുടെയും അല്ല, ഒരാളുടെ ദൃഷ്ടി പാറ്റയുടെ മേൽ പതിക്കുന്നു. മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അയാൾ ആ പാറ്റയെ കാണുന്നില്ല. അയാൾ അറിയാതെ തന്നെ അയാളുടെ കാൽ പാറ്റയുടെ മേൽ വയ്ക്കുന്നു. പെട്ടെന്ന് ആ പാറ്റ ചാവുന്നു. മറ്റൊരു ഫ്രണ്ട് അടുത്ത പാറ്റയെ കണ്ട് അതിനെ അലക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് അയാൾ ചെരുപ്പിട്ട്
കാലുകൾ കൊണ്ട് അതിനെ ചവിട്ടി അരച്ച് കൊല്ലുന്നു. രണ്ടുപേരും നടന്നു പോകുന്നു. ഈ സംഭവത്തിൽ ദുഃഖം ഇതാണ്, 2 പാറ്റകളും ചാവാനിടയാവുന്നു. 2 പാറ്റകളുടെയും വൈഫ്സും ഒരുപോലെ വിധവകളാവുന്നു. അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. പാപം രണ്ടിനും ഉണ്ടാവും. എന്നാൽ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ട രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, പരിണാമവും വ്യത്യസ്തമായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആരാണോ കരുതിക്കൂട്ടി ചവിട്ടി അരച്ചു കൊന്നത് അയാൾക്ക് അതിൻ്റെ ഫലം അറിവോടെ തന്നെ അനുഭവിക്കേണ്ടതായി വരും. അതായത് മറ്റൊരാൾക്ക് അറിയായ്മയുടെ ഇത് അനുഭവിക്കേണ്ടി വരും. ജസ്റ്റ് ലൈക്ക് ഒരു കുട്ടിക്ക് 6 മാസത്തിൽ തന്നെ അതിൻ്റെ അമ്മ മരിച്ചുപോയി എന്നിരിക്കട്ടെ, അതിനൊന്നും അറിയാനാവാത്ത പ്രായമാണ്. അടുത്ത അവനെ ആരാണോ പോറ്റി വളർത്താൻ പോകുന്നത് അതാണ് അവൻ്റെ മാതാവ്. അതിന് പരിഹാരമൊന്നും ചെയ്യേണ്ടതില്ല. ഒരാൾ 22 വയസ്സിൽ മാതാവ് മരിച്ചുപോയാൽ അയാൾ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്തവൻ അറിഞ്ഞുകൊണ്ട് പരിണാമം അനുഭവിക്കണം. ഞാനൊരു എക്സാമ്പിൾ തന്നതാണ് നിങ്ങൾക്ക് വിശദമാക്കാനായി. പാപം അതിൻ്റെ ഫലം, അങ്ങനെ പുണ്യത്തിൻ്റെ ഫലവും ഉണ്ടാവും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലം അറിഞ്ഞുകൊണ്ട് തന്നെ അനുഭവിക്കേണ്ടിയും വരും. അറിയായ്മ കൊണ്ട് ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലം അറിയാതെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അത് ജീവകാലം മുഴുവനും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എക്സാക്ട് ന്യായം തന്നെയാണ്. ഇവിടെ ആരും കളിപ്പിക്കുന്നില്ല, ആർക്കും കൗശലം കാണിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ നടുക്ക് കറപ്ഷനൊന്നും നടക്കുന്നില്ല. ആർക്കും ഇതിൽ സ്വാധീനം ചെലുത്താനും സാധിക്കില്ല. എക്സാക്റ്റ് ആണ്. ജയ് സച്ചിദാനന്ദ, എൻ്റെ ചോദ്യം ഇതാണ്. അനേകം പൂർവജന്മം പ്രാപിച്ചവർ അവർ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെ അടുത്ത ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടി വരുമോ? ചോദ്യം ഇതാണ്. അനേക ജന്മം, അതായത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് ഫലം അവരുടെ കണക്കിലുണ്ടായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത അനേകം കർമ്മങ്ങളെ ഇല്ലാതാക്കണം അഥവാ ഡിസ്ചാർജ് ചെയ്യേണ്ടതിനുള്ള നിയമം എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് എന്താണ് ഇവിടേക്ക് ചാർജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്? അത് ഈ ജന്മത്തിൽ ഡിസ്ചാർജ് ആവുന്നു. അത് പൂർത്തിയായില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ക്യാരി ഫോർവേഡ് ആവുന്നു. പക്ഷേ ക്യാരി ഫോർവേഡ് ബാലൻസ് ഷീറ്റ് കണക്കാക്കപ്പെടും. അതിൽ ബാക്കിയുള്ളത് വീണ്ടും ക്യാരി ഫോർവേഡ് ആവും. മുഴുവനും പൂർത്തിയാവുന്നില്ല. കൊണ്ടുവന്നതെല്ലാം പരിഹരിക്കപ്പെടുന്നു. പക്ഷേ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും ഡിസ്ചാർജിലേക്ക് വരുന്നു. ഇങ്ങനെ കർമ്മത്തിൻ്റെ സൈക്കിൾ പല ജന്മങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈഫിൽ ഡിസ്ചാർജ് ആവുന്നു, അടുത്ത ലൈഫിലേക്ക് വീണ്ടും ചാർജ് ആവുന്നു. ഡിസ്ചാർജ് ആവാത്തത് അടുത്ത ജന്മത്തിൽ വീണ്ടും ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും എൻഡ് ഉണ്ടാവുന്നില്ല. എൻഡ് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മുടെ ചാർജ് അവസാനിക്കുമ്പോഴാണ്. കർമ്മം ചാർജ് ആവുന്നത് അവസാനിക്കുമ്പോൾ മാത്രമേ ഡിസ്ചാർജ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഡിസ്ചാർജ് അവസാനിച്ച ശേഷം മോക്ഷമുണ്ടാവുന്നു. എപ്പോഴാണോ ഈ ചാർജ് ആവുന്നത് അവസാനിക്കുന്നത്? ചാർജ് ആവുന്നതിൻ്റെ സിദ്ധാന്തം എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മം ചാർജ് ആവുന്നു. കർത്താവാണെന്നത് അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്നെന്തിനെയാണ് പറയുന്നത്? ഞാനാണ് കർത്താവെന്ന തെറ്റായ ബിലീഫിനെ. ഈ റോങ് ബിലീഫ് ഇല്ലാതായി ഞാൻ ശുദ്ധാത്മാവാണ്. ഈ ജ്ഞാനം ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ, ഞാൻ ശുദ്ധാത്മാവാണെന്ന അവയർനെസ് ഉണ്ടാവുന്നത് വരേക്കും അഹങ്കാരം ഉണ്ടാവുന്നില്ല, കർമ്മം ചാർജ് ആവുന്നതുമില്ല. നിങ്ങളുടെ കണക്കിൽ അവശേഷിക്കുന്ന പഴയ ഡിസ്ചാർജിൻ്റെ അവശേഷിച്ചിരിക്കുന്ന കണക്കെല്ലാം അവ വൺ ബൈ വൺ നിങ്ങളുടെ കർമ്മഫലമായ ഡിസ്ചാർജിൽ വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകളാണ്. അപ്പോൾ നിങ്ങൾ മാറി നിന്നതിനെ കണ്ടുകൊണ്ടിരിക്കൂ, അതിൽ ഇൻവോൾവ് ആവരുത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ചാർജ് ഉണ്ടാവുന്നില്ല, പഴയത് ഫിനിഷ് ആവുന്നു.
അത് മുഴുവനും ഒരേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കും. എല്ലാ കർമ്മങ്ങളെയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 5 നിയമങ്ങൾ നിങ്ങൾക്ക് എല്ലാ കർമ്മങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരുന്നു. ശാന്തി ലഭ്യമാക്കാനാവുമല്ലേ? കംപ്ലീറ്റ്. ഇതാണ് നമ്മുടെ ഇതെപ്പോഴും കൂടെ ഉണ്ടാവും, വളർന്നുകൊണ്ടിരിക്കും. 5 നിയമങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ അവെയർനെസ് ഉണ്ടാവും, കൂടുതൽ അവേക്കനിങ് ഉണ്ടാവും. ഇതിലുമുപരി മോക്ഷത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ആത്മാവിന് വേണ്ടി നാം മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആത്മാവിന് വേണ്ടി നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട അവെയർനെസ് ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതകാലമെല്ലാം കർമ്മങ്ങളുടെ കണക്കുകൾ മാത്രമേ പൂർത്തിയാക്കേണ്ടി വരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് 5 കൽപ്പനകൾ പറഞ്ഞു തന്നു. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു, ഒന്നും ബാക്കിയാവുന്നില്ല. എല്ലാ നിയമങ്ങളുടെയും സാരാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാക്ട്. ജയ് സച്ചിദാനന്ദ. എന്നെപ്പോലെ ഗാർഡനിങ് കൂടുതലായി ചെയ്യുന്നവരെല്ലാം അറിയാതെ തന്നെ വളരെയധികം ദോഷങ്ങൾ പ്രവർത്തിക്കുന്നു. കാരണം ധാരാളം പുഴുക്കളും കീടങ്ങളും മണ്ണിലുണ്ടാവും. അവയെ കൊല്ലാനായി ചിലപ്പോൾ മരുന്നുകൾ തെളിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാറ്റിനേക്കാളും ആദ്യം ഗാർഡനിങ് നിർത്തിയേക്കൂ. ചില കാര്യങ്ങൾ ലഭ്യമാക്കാനായി പലതരം ജീവികളെ കൊല്ലേണ്ടതായി വരുന്നു അല്ലേ? അവയ്ക്ക് എന്തുമാത്രം പരിഹാരം ചെയ്യേണ്ടതായി വരുന്നു. പക്ഷേ ഇവയെല്ലാം നമ്മുടെ താല്പര്യത്തിനായി ചെയ്യുന്നതാണ്, അത്യാവശ്യമില്ലാത്ത കാര്യം. പക്ഷെ വീടിന്റെ അകത്തും പല കീടങ്ങളും പ്രാണികളും കടന്നു വരുന്നില്ലേ? അവയെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണോ? വൃത്തിയും വെടിപ്പും പരിപാലിക്കൂ. പ്രിവെൻഷന് വേണ്ടത് ചെയ്യൂ, പക്ഷെ കൊല്ലാൻ തുനിയരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, അവയുടെ ഉള്ളിലുള്ള ശുദ്ധാത്മാവിനെ നമസ്കരിക്കൂ. വീട്ടിനകത്ത് കീടങ്ങളും പ്രാണികളും എന്തൊക്കെ കടന്നാലും അവയ്ക്ക് പരിഹാരം കണ്ടെത്തൂ. അവയെ കൊല്ലില്ല എന്ന് തീരുമാനിക്കണം. അതൊക്കെ സ്വയം പൊയ്ക്കോളും. നമ്മെപ്പോലുള്ള മനുഷ്യരാണ് പറയാറ് ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ. കീടങ്ങൾക്കും പ്രാണികൾക്കും എല്ലാം തോന്നും ഇത് ഞങ്ങളുടെ വീടാണ്. അവയെ സംബന്ധിച്ച് ഈ ലോകം മുഴുവനും അവരുടേതാണ്, അവർക്കുള്ളത് മാത്രം. അവർക്കിടയിൽ ഞാനും നീയും എന്നൊന്നുമില്ല. മനുഷ്യരാണ് ഇത് നിന്റേതാണ് ഇത് എൻ്റേതാണ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അതുങ്ങൾക്ക് തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ തിരിച്ചു പോകുന്നു. നിങ്ങൾക്ക് അതുങ്ങളോട് എന്തുമാത്രം ദേഷ്യം തോന്നുന്നുവോ വെറുപ്പ് തോന്നുന്നുവോ അത്രത്തോളം അവ നിങ്ങളെ ശല്യപ്പെടുത്തും. അതിന് പരിഹാരം ചെയ്യൂ. ശുദ്ധാത്മാവെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയൂ. അവ താനെ പൊയ്ക്കോളും. ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം, പക്ഷേ കൊല്ലണമെന്ന് ചിന്തിക്കരുത്. പക്ഷേ സത്യത്തിൽ മരുന്ന് തെളിക്കേണ്ട സ്ഥലത്ത് തെളിച്ചാലേ പറ്റൂ. സത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞില്ലേ എല്ലാറ്റിന്റെയും ഉള്ളിൽ നാം ഉണ്ട്. ശരിയാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മറന്നു പോവുകയല്ലേ ചെയ്യുന്നത്? രാമചന്ദ്ര ഭഗവാനും പറഞ്ഞിട്ടില്ലേ ഘടഘട്ട് മേരെ സയ്യാം ഖാലി ഘടന കോയി ബലിയായേ ജോ ഘടുക്കി ജോ ഘട് പ്രകട് ഹോയി. പ്രകടമായിരിക്കുന്നതിനെ പരിപാലിക്കുക. എന്താ? ഗാർഡനിങ് ചെയ്യാൻ മാതാജി എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിക്കുന്നു. തീർച്ചയായും പ്രാണികളെ കൊല്ലില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. വീട്ടിനകത്ത് ഏതെങ്കിലും പ്രാണികൾ വരും, പല്ലി വരാറുണ്ട്. ഞാൻ ഉടനെ അതിനെ പെട്ടിയിലാക്കി പുറത്ത് കൊണ്ടുപോയി ഇടാറാണ് പതിവ്. അങ്ങനെ ചെയ്യാം, സ്നേഹത്തോടു കൂടി. എന്നിട്ട് അതിന് പരിഹാരവും ചെയ്യണം. അതെ മാതാജി, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയി പുറത്ത് കളയേണ്ടി വരും. പക്ഷെ അത് ചാവാതിരിക്കാൻ വളരെയധികം പ്രിക്കോഷൻ എടുക്കേണ്ടി വരും. താങ്ക് യു. ഒരു ബ്രദർ എന്നെ കാണാൻ വന്നിരുന്നു. അയാളൊരു സത്സംഗത്തിലിരിക്കുകയാണ്. ഒരു വീട്ടിലാണ് അത് നടന്നിരുന്നത്. അവിടെ ഭയങ്കര കൊതുക് ശല്യമുണ്ടായിരുന്നു. അയാൾ അവയെ ഇങ്ങനെ കൊന്നുകൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ കൊതുകിന് മോക്ഷം നൽകുകയാണെന്ന്. ഞാൻ ചോദിച്ചു, അതിന് മോക്ഷം കൊടുക്കുന്നല്ലോ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും?
എങ്ങനെയാണിത് ചെയ്യാൻ തോന്നിയതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കി. അഥവാ മനുഷ്യന് ഒരു കൊതുകിനെയോ ഒരു ഉറുമ്പിനെയോ ഉൽപ്പാദിപ്പിക്കാനോ അഥവാ ജീവൻ നൽകാനോ ഉൽപ്പാദിപ്പിക്കാനോ ശക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാനാവുമോ, ഉണ്ടാക്കാനാവുമോ? ഒരു കൊതുകിനെ ഉണ്ടാക്കാനാവുമോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് കൊല്ലാനുള്ള അധികാരം കിട്ടിയത്? ഒരിക്കലും അധികാരമില്ല. നമ്മുടെ ഇവിടെ കോഴിമുട്ട കഴിക്കുന്നു, ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പശു ഇറച്ചി കഴിക്കുന്നു, അങ്ങനെ പലതും കഴിക്കുന്നു. മനുഷ്യനെ മാത്രമാണ് കഴിക്കാതെ വെച്ചിരിക്കുന്നത്. എത്ര പാപമാണിത്! അവർക്ക് മനസ്സിലാവുന്നില്ല. ദുഃഖം വന്ന് തലയിലിരിക്കുമ്പോഴാണ് അവർ എല്ലാവരോടും പറയും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ എനിക്ക് ഈ ദുഃഖമുണ്ടായത്? നിങ്ങൾ എന്തൊക്കെ ജന്തുക്കളെയാണ് കൊന്നു തിന്നിട്ടുള്ളത്? ബെർണാഡ് ഷോയിലെ ഏറ്റവും വലിയ ഫിലോസഫറായിരുന്നു വെസ്റ്റേൺ വേൾഡിൽ, യൂറോപ്പിൽ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ഫ്രണ്ട്സും ചോദിച്ചു, നീ എന്താ വെജിറ്റേറിയൻ ആയത്? എന്തുകൊണ്ടാണ് നീ ഒന്നും തിന്നാതിരിക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു ബി സിവിലൈസ്ഡ്. എനിക്ക് സിവിലൈസ്ഡ് ആകണം. നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും സിവിലൈസ്ഡ് അല്ല. വേറാരോ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞെന്നു? ഓ, മൈ ബെല്ലി ഈസ് നോട്ട് ഗ്രേവ് യാർഡ്. എൻ്റെ വയർ ആരുടെയും ശവമടക്കാനുള്ള സ്ഥലമല്ല. ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടാലും കൊല്ലുന്നു, എന്നിട്ട് അവയുടെ ശവമടക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ഭാരതത്തിലെ സ്ഥിതി എന്താണ്? എന്താണ് കഴിക്കാനില്ലാത്തത്? കഴിക്കാൻ പലതും കിട്ടുന്നു. ചിലർ ഹോട്ടലുകളിൽ ചെന്ന് ഇതൊക്കെ വാങ്ങിക്കഴിക്കുന്നു. ഈ വെജിറ്റേറിയൻസ് എന്തുകൊണ്ടാണ് ഉള്ളി കഴിക്കാത്തതെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഉള്ളി, ഓണിയൻ കഴിക്കാത്തത്? ഞങ്ങൾ മുതിർന്നവരോട് ഇത് ചോദിച്ചിട്ടില്ല. വീട്ടിൽ ഉള്ളി ഒന്നിലും ചേർക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്നു, ഉള്ളി വെജിറ്റേറിയൻ അല്ലേ എന്ന്. ഉള്ളി വെജിറ്റേറിയൻ. അത് കഴിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന്? സത്യത്തിൽ ഉള്ളിയിൽ മാത്രമല്ല, അണ്ടർഗ്രൗണ്ടിൽ നിന്നുണ്ടാവുന്നതെല്ലാം, അണ്ടർഗ്രൗണ്ടിൽ വളരുന്നതെല്ലാം തലകീഴായിട്ടാണ് ഫലം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ വളരെയധികം സൂക്ഷ്മജീവികൾ ഉണ്ടായിരിക്കും. സൂക്ഷ്മജീവികൾ ഉണ്ടാവും. ഉരുളക്കിഴങ്ങിലും ഉണ്ടായിരിക്കുമോ? ഉരുളക്കിഴങ്ങിലും ഉണ്ടാവും. ഉരുളക്കിഴങ്ങിലുണ്ടെങ്കിൽ കൂട്ടാൻ ഉണ്ടാക്കാനാവില്ലല്ലോ. ജൈൻ മതക്കാർ കഴിക്കാറില്ല, ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല. കാരണം അതിനകത്ത് സൂക്ഷ്മമായി പല ജീവികളും വസിക്കുന്നുണ്ട്. സൃഷ്ടിയിൽ ആദ്യമായി വരുന്നത്, പരിണാമസ്ഥിതിയിൽ ഏതാണോ ആദ്യമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, അതിൽ നിഗൂഢമായ ജീവികളുണ്ട്. പല ജീവികൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ജീവികളുണ്ട്. പറഞ്ഞു കേട്ടിട്ടില്ലേ? നീഡിൽ, സൂചിയുടെ മുനയിൽ ഉരുളക്കിഴങ്ങിൻ്റെ എത്ര ഭാഗം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ അതിൽ അനേകം മില്യൺ സൂക്ഷ്മജീവികൾ ജീവിക്കുന്നുണ്ടാവും എന്ന്. ഇത് ഹിംസ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ജനങ്ങൾ തപസ്വികളാവുന്നത്. സാത്വികത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഓനിയനും മറ്റും കഴിക്കരുത്, അത് മുഖേന കൊലപാതകം ചെയ്യുകയാണ് എന്നവരോട് പറഞ്ഞാൽ അവരത് കേട്ട് അനുസരിച്ച് കഴിക്കാതിരുന്നാൽ അത് വളരെ നല്ലതാണ്. പിന്നീട് വളരുമ്പോൾ അവർക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് തന്നെത്താൻ മനസ്സിലാവും, അപ്പോൾ ഉപേക്ഷിച്ചോളും. അവരെന്നോട് ചോദിക്കുന്നു, നമ്മൾ പിസ്സ കഴിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഭഗവാന് കൊടുക്കാത്തതെന്ന്. പിസ്സയുടെ സോസിൽ ഓണിയനും ഗാർലിക്കും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എന്ത് പറയും? നോൺ വെജിൽ ഫിഷും മട്ടനും ഒക്കെ കഴിക്കുന്നത് സർവ്വസാധാരണയാണ്. ഭഗവാൻ തന്നെയാണ് അവരുടെ കണ്ണ് തുറക്കേണ്ടത്. അഹിംസയെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, നോൺ വയലൻസ്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മക്കൾക്ക് വായിച്ച് കേൾപ്പിക്കൂ.
വളരെ നല്ലതാണ്. ദാദാജി അതിൽ വളരെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്.